അങ്ങനെയെന്ന് ഞാനും പ്രിയദർശിനി ബസ്സിൽ കയറി. ആദ്യമായിട്ട് കയറി. രാവിലെ വീട്ടിലെ പണികളൊക്കെ തീർത്തുകൊണ്ട് ഓടിയാണ് ചെയ്തിപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ പോയി. സ്ഥിരം ഉണ്ണിക്കുട്ടനെ വരാറ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ണിക്കുട്ടനെ ഉള്ളൂ മുത്തുവനത്തേക്ക് ബസ്. ഉണ്ണിക്കുട്ടൻ പോയി കഴിഞ്ഞ് പിന്നെ അപ്പോൾ അപ്പോഴത്തെ മെയിൻകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. സമാധാനം. ട്രാൻസ്പോർട്ട് നോക്കി നിന്ന് 7:20 കഴിഞ്ഞപ്പോഴേക്കും 25 ആവാറായപ്പോഴേക്കും ട്രാൻസ്പോർട്ട് എത്തി. ഞാൻ സാധാരണ ട്രാൻസ്പോർട്ടിൽ കയറുന്ന പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് കയറി പൈസ എടുത്ത് പ്രിയദർശിനി അന്നുള്ളത് കിട്ടുപോയി. 10 രൂപ എടുത്ത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടക്ടർ അത് തിരിച്ചു തന്നുകൊണ്ട് എവിടേക്കാണെന്ന് വെച്ചാൽ മൂത്തൊന്നു പറഞ്ഞു. 0 ടിക്കറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുത്തതെന്ന്. ആദ്യമായിട്ട് അങ്ങനെ പ്രിയദർശിനിയിൽ കയറി ടിക്കറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്ത് മൂത്തുകുന്നത്തെത്തി. മൂത്തുകുന്നത്തുനിന്ന് അണ്ടിപ്പള്ളിക്കാവിൽ ആണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ മൂത്തുകുന്നത്തുനിന്ന് അണ്ടിപ്പള്ളിക്കാവിൽ വരാൻ അപ്പോഴും 10 രൂപ എടുത്ത് കയ്യിൽ വെച്ച്. അപ്പോൾ നോക്കിയപ്പോൾ എന്നെ പിന്നെയും പ്രിയദർശിനി. വേഗം അതിൽ തന്നെ ചാടി. അതിന് നല്ല തിരക്കായിരുന്നു. അതിൽ തന്നെ ചാടിക്കയറി അവിടെയും കിട്ടി 0 ടിക്കറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ ബസ് കാശ് 13 രൂപ ലാഭം എൻ്റെ കയ്യിലുണ്ട്. വൈകിട്ട് എങ്ങനെയായാലും ഉണ്ണിക്കുട്ടനെ പോകേണ്ടി വരും. കാരണം ട്രാൻസ്പോർട്ട് ആ നേരത്തില്ല. അങ്ങനെ ഇന്നത്തെ യാത്ര ഫ്രീ ആയിട്ട് കിട്ടി.